ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മൾ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആര്യനും അതുപോലെ മിത്രയും എവിടെയാണ് കിടക്കുന്നതെന്നുള്ള കാര്യത്തിൽ തർക്കം, പ്രത്യേകിച്ച് നമ്മുടെ ആര്യൻ. അപ്പോൾ കാര്യം പറ, കട്ടിലാണോ നിലത്താണോ എവിടെയാണ് കിടക്കുന്നത്, എവിടെയാണ് കിടക്കുന്നതെന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞല്ലോ എവിടെയാണെങ്കിലും എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലെന്ന്. ശരി, അങ്ങനെയെങ്കിലും അങ്ങനെ, ഞാൻ കട്ടിൽ കിടന്നോളാം, നീ താഴെ കിടന്നോളാം പറഞ്ഞു. പിന്നെ ഒരു ബെഡ്ഷീറ്റും തലേണയൊക്കെ എടുത്ത് നിലത്ത് വിരിച്ച് നമ്മുടെ മിത്ര താഴെ കിടന്നപ്പം എന്തൊരു കഷ്ടം ഇങ്ങനെ ഒരു മുറിയിൽ കഴിയുന്ന, എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യെന്ന് പറഞ്ഞാൽ ആര്യൻ ചുമ്മാ വഴക്കുണ്ടാക്കുക. ഇതിലും ഭേദം മരിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആര്യൻ ഇങ്ങനെ മിത്രയുടെ മുന്നിൽ പറയാം. പക്ഷേ ആര്യൻ ഇങ്ങനെ വയലൻ്റ് ആകുന്നത് പോലെയൊന്നും മിത്രയൊന്നും പറയുന്നില്ല കേട്ടോ. ഇങ്ങനെ ഒരു തലയിലെഴുത്തുണ്ടാകുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ലെന്നൊക്കെ പറഞ്ഞ ആര്യൻ. അപ്പോൾ ഒന്ന് മിണ്ടാതിരിക്കോ എന്നും മിത്ര. എങ്ങനെ മിണ്ടാതിരിക്കാനോ? ഞാനോ? അതങ്ങേ പള്ളിച്ചെന്ന് പറഞ്ഞാൽ മതിയെന്ന് നമ്മുടെ ആര്യൻ മിത്രയോട് പറയണം. മിണ്ടാതിരിക്കണം പോലും. അപ്പം എന്താ പിന്നെ മിണ്ടാതിരിക്കണം, ബഹളം വെച്ചുകൊണ്ട് കിടക്കാൻ പറഞ്ഞു മിത്ര. സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് ആര്യം പറഞ്ഞപ്പം ഇങ്ങോട്ട് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും അങ്ങോട്ടും. എൻ്റെ ഒരു തലയിലെഴുത്തെന്ന് പറഞ്ഞുകൊണ്ട് മിത്രയുടെ ആര്യം പറഞ്ഞപ്പോൾ എൻ്റെയും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മിത്രയും പറഞ്ഞു. പിന്നെ ആര്യം കയറി അങ്ങ് കിടന്നു. മിത്രയാണെങ്കിൽ നിലത്ത് കിടന്ന് കണ്ണനെ വിളിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ അങ്ങ് കിടക്കുവാണ്. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് ആദ്യരാത്രിയൊക്കെ നല്ല ഗംഭീരമായിട്ട് അടിയിലും വഴക്കിലും അങ്ങ് അവസാനിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ രാവിലെ നമ്മുടെ നന്ദിത എഴുന്നേറ്റ് വരുന്ന വഴി ആരെങ്കിലും ഉണ്ടോയെന്ന് നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. അപ്പോൾ അതൊക്കെ എന്നിട്ട് ജനൽ തുറന്ന് ആ പുറത്തേക്ക് നോക്കുക, അതായത് ദേവമംഗലത്തേക്ക് നോക്കുക. ദൈവം ഇവിടെയൊന്നും ആരെയും കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞു. അപ്പോഴാണ് അലോഹ് അതുവഴി വരുന്നതും ഇത് കാണുന്നതും. അലോഹ് വന്ന് വല്യമ്മ നോക്കി നിൽക്കുന്നത് കണ്ടു. എന്നിട്ട് അലോഹ് പോയി അവരെ വിളിച്ചുകൊണ്ട് വരുക കേട്ടോ. അതായത് അച്യുതനെയും അനന്തനെയും വിളിച്ചുകൊണ്ട് വരുന്നു, കൊണ്ടൊന്ന് കാണിക്കുക. അപ്പോൾ നന്ദിതേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുവാണ് നമ്മുടെ അനന്തൻ. അപ്പോഴത്തേക്കും നന്ദിത ഞെട്ടി, ഭയങ്കരമായിട്ട് പേടിച്ചു പോയിട്ടു. എന്താ അവിടെ, എന്താ കാര്യം, അവളെ കാണാൻ വേണ്ടിയാണ് പോയി നോക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടു അനന്തൻ. അപ്പോൾ വല്യമ്മേ, മിത്ര ഉൾപ്പെടെ ആ വീട്ടിലുള്ള എല്ലാവരും നമ്മുടെ ശത്രുക്കളാ. ഇന്നലെ രാത്രി ഞാൻ അവിടെ ചെന്ന് ശപഥം ചെയ്തിട്ടാണ് വന്നത്, ദേവമംഗലം കുടുംബത്തെ ഒന്നിനെയും അവശേഷിപ്പിക്കാത്ത രീതിയിൽ ഞാൻ അവസാനിപ്പിക്കുമെന്ന്. അതിനിടയ്ക്ക് വല്യമ്മ ഇങ്ങനെ സെന്റിമെന്റ്സ് കാണിക്കാൻ നിൽക്കരുതെന്നും പറഞ്ഞ് അലോഹ് ഇങ്ങനെ പറഞ്ഞപ്പോൾ നന്ദിത ഇങ്ങനെ നിൽക്കുക കേട്ടോ. മിത്രയെ കാണല്ലേ നോക്കല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് പറയാം, പക്ഷെ 10 മാസം ഇവരുടെ വയറ്റിൽ കിടന്ന മോള അവളെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്ദിരാമി അങ്ങ് ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചങ്ങ് പറഞ്ഞു, ഇവളുടെ പാല് കുടിച്ചാ അവള് വളർന്നത്, അവളെ ഉപേക്ഷിക്കാൻ ഇവൾക്ക് കഴിയോടാന്ന് ചോദിച്ചു. ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല ഇവർക്ക് ആർക്കും. അങ്ങനെ അമ്മ പറയുന്നത് നേരാണെന്നും ഞാനും ഒരമ്മയുടെ ദുഃഖവും സന്തോഷവും ഒക്കെ എനിക്ക് മനസ്സിലാകുമെന്ന് നന്ദിതയുടെയും അമ്മയുടെയും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും രാജശ്രീയും പറഞ്ഞു, ചേച്ചി ഇവിടെ ഇപ്പോൾ ചേച്ചി അമ്മയാണെന്നോ അവൾ മോളാണോ എന്നൊന്നും വിചാരിക്കാൻ പാടില്ലെന്ന് രാജശ്രീ പറയണം. ചേച്ചി മനസ്സ് കല്ലാക്കിയേ പറ്റൂ, അവൾക്ക് വേണ്ടെങ്കിൽ അവളെ നമുക്കും വേണ്ട ചേച്ചി എന്നും പറഞ്ഞ് രാജശ്രീ ഇങ്ങനെ പറയപ്പോഴത്തേക്കും നന്ദിത വലിയ വായിൽ നിന്ന് കരയുക കേട്ടോ. അപ്പോൾ ഇന്ദിരാമ ഇങ്ങനെ രാജശ്രീയെ നോക്കുന്നു. നന്ദിത ആകെ ധർമ്മസങ്കടത്തിലായിട്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ അനന്തൻ അടുത്തേക്ക് ചെന്നിട്ട്, നമുക്ക് അവളെ വേണ്ട നന്ദിതേ, നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, അപ്പോൾ ഇവിടെ സംഭവിച്ചൊക്കെ നിനക്കറിയാവുന്നതല്ലേ, അവളെ ഇറങ്ങിപ്പോയതോടുകൂടി അലോഹിൻ്റെ കല്യാണവും മുടങ്ങിപ്പോയില്ലേ, അതിൻ്റെ ഒരു ദേഷ്യം എന്തായാലും ഇവനും ഉണ്ടാവില്ലേ എന്നും ചോദിച്ചുകൊണ്ട് അങ്ങനെ ചോദിക്കുക. അപ്പോൾ അലോഹം ഒന്നും മിണ്ടാതെ ഇങ്ങനെ തലയും കുനിച്ചിങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് നിന്നോട് അതാ പറയുന്നത്, അവൾ നമ്മുടെ ആരുമല്ല എന്ന് മനസ്സുകൊണ്ട് നീ ഉറപ്പിക്കാൻ ഞാൻ പറയുന്നെന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല എന്നും പറഞ്ഞ് നന്ദിത ഇങ്ങനെ ഭയങ്കര കരച്ചിൽ. അപ്പോഴേക്കും എൻ്റെ കുഞ്ഞെ നീ ഇങ്ങനെ കരയാതെ എന്ന് പറഞ്ഞ് ഇന്ദിരാമ അങ്ങ് ചെന്നു. വലിച്ച നമുക്ക് ചുറ്റുമതിലൊന്ന് ഉയർത്തണം, അവളുടെ മുഖം നമുക്ക് ഒരു കാരണവശാലും കാണണ്ട, എന്നിട്ട് പ്രധാന ഗേറ്റ് ഇപ്പുറത്തെ ഭാഗത്താക്കാമെന്നൊക്കെ പറഞ്ഞു. ഇനി ഇങ്ങനെ കരഞ്ഞിട്ട് എന്തിനാണെന്നും ചോദിച്ചുകൊണ്ട് ഇന്ദിരാമ മോളെ സമാധാനിപ്പിക്കുന്നു. ഈ സമയത്ത് അനന്തൻ അങ്ങോട്ടേക്ക് പോയി. കണ്ണു തുറക്ക് വല്യമ്മ എന്തിനാ ഇതിനെപ്പറ്റി ഓർത്തിങ്ങനെ സങ്കടപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അലോഹ് ചെന്നപ്പോൾ, എടാ മോനെ, നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഞാൻ നിന്നോടൊരു രഹസ്യം പറയട്ടെ എന്ന് ഇന്ദിരാമ പറഞ്ഞു. അപ്പോൾ എന്താ അച്ഛമ്മ, എന്താ എന്ന് ചോദിച്ചപ്പം, വേറെ ആരോടും നീ പറയരുത്. ഇല്ല, ഞാൻ പറയില്ല, പറഞ്ഞോളാം പറഞ്ഞു. മിത്ര ആര്യൻ കല്യാണം കഴിച്ചതിലെ എനിക്ക് ദുഃഖത്തെ സന്തോഷമാടാ, ഒടുക്കത്തെ സന്തോഷം. അപ്പോൾ എന്ന് ചോദിച്ചോണ്ട് അലോഹ് ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് കരഞ്ഞുകൊണ്ട് നിന്ന് നമ്മുടെ നന്ദിതയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിടർന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോയി. ഇതെല്ലാം കഴിഞ്ഞ് രാവിലെയായി. മിത്രയും ഉറക്കം, അതുപോലെ തന്നെ നമ്മുടെ ആര്യന് നല്ല ഉറക്കം. മിത്ര ചാടി എഴുന്നേറ്റു. നോക്കുമ്പോൾ ആര്യൻ നല്ല ഉറക്കത്തിൽ കിടക്കുന്നതാണ് മിത്ര കാണുന്നത്. ആ സമയത്ത് ഭർത്താവിൻ്റെ വീട്ടിൽ ആദ്യ രാത്രി കഴിഞ്ഞിട്ടുള്ള പകല്, ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് മിത്ര അങ്ങനെ ഇരിക്കുക കേട്ടോ. ഈ സമയത്ത് ആര്യൻ നല്ല ഉറക്കത്തിലാണ്. മിത്ര ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയാം, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതം എങ്ങോട്ടൊക്കെ കറങ്ങി തിരിഞ്ഞു പോണേ എന്നും പറഞ്ഞുകൊണ്ട് മിത്ര ഇങ്ങനെ ഇരിക്കുവാണേ. ആര്യൻ നേരം തല അങ്ങോട്ടും വെട്ടിച്ച് ഇങ്ങോട്ടും വെട്ടിച്ച് നല്ല ഉറക്കത്തിലാണ്. ഈ സമയത്ത് മിത്ര ആര്യനെ തന്നെ നോക്കുന്നു. ജീവിതത്തിൽ മറ്റൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് തോന്നും ഈ ഉറക്കമൊക്കെ കാണുമ്പോൾ എന്ന് പറഞ്ഞ് മിത്ര ആര്യനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ പെറുപറാ പറഞ്ഞുകൊണ്ടിരിക്കുക. ഉണർത്തണോ ദൈവമേ, അതോ ഇനി ഉണർത്തിയില്ലെങ്കിൽ അത് പ്രശ്നമാവുമോ, ഇങ്ങനെയൊക്കെ മിത്ര ഇരുന്ന് ആലോചിക്കുക കേട്ടോ.
മിത്രയ്ക്കാണെങ്കിൽ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. മിത്ര എന്നിട്ട് എഴുന്നേപ്പിച്ചേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് നേരെ ആര്യൻ്റെ അടുത്തേക്ക് ചെന്നു. ആര്യനെ പതുക്കെ ഇങ്ങനെ തൊട്ടു. ആര്യനെ തൊട്ട് കഴിഞ്ഞപ്പോൾ ആര്യൻ പതുക്കെ കണ്ണിങ്ങനെ തുറന്ന് നോക്കുക. നേരം വെളുത്തു എന്ന് പറഞ്ഞു. ചാടി എഴുന്നേറ്റിട്ട് അതിനിപ്പോൾ എന്താ കുഴപ്പം? നേരം വെളുക്കും ഇരുട്ടുമൊക്കെ ചെയ്യും, നീ എന്തിനാ ദേഹത്ത് തൊട്ട് അത് പറയാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞില്ലേ രാവിലെ ഉണർത്താൻ വേണ്ടി തൊട്ടതാണെന്ന് പറഞ്ഞപ്പം, എന്നാലേ അങ്ങനെ ഇനി നീ എന്നെ തൊടണ്ട. ഉറങ്ങാൻ അറിയാമെങ്കിൽ ഉണരാനും എനിക്കറിയാം. ആണോ? എന്നാലേ ഉറങ്ങാൻ അറിഞ്ഞൂടാ. രാത്രി എന്തൊരു കൂർക്കുമലിയായിരുന്നു എന്നും മിത്ര ചോദിക്കാം. എനിക്ക് ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ലെന്നും. ആര് കൂർക്കം വലിച്ചെന്ന്? ഞാനോ? ഞാൻ കൂർക്കം വലിച്ചെന്നോ? ഞാൻ കൂർക്കം വലിക്കാറൊന്നുമില്ല. അതാ അതിൻ്റെ പ്രത്യേകത. വലിക്കുന്നവർ കേൾക്കാറില്ല, അതാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ കുറെ അലച്ചിലും ബഹളമൊക്കെ കഴിഞ്ഞ് ഇന്നലെ ഒന്ന് ഉറങ്ങാന്ന് വെച്ചതാ, അതും നടന്നില്ലെന്ന് പറഞ്ഞു. മിത്ര ഇങ്ങനെ പറഞ്ഞപ്പോൾ ആരും ചാടി അങ്ങ് എഴുന്നേറ്റു. എന്നാലേ ഉറങ്ങണ്ട, ഇന്നല്ല ഇനി അങ്ങോട്ട് ഒരു ദിവസം പോലും നീ ഉറങ്ങാൻ പോകുന്നില്ല എന്ന് ആരും പറഞ്ഞു. എൻ്റെ ജീവിതം ഇല്ലാതാക്കിയിട്ട് അങ്ങനെ ആരും ഉറങ്ങണ്ടാന്ന്. ആരുടെ ജീവിതം ഇല്ലാതാക്കിയതെന്നും മിത്ര ആര്യനോട് ചോദിക്കാം. വേണ്ട, ഇതൊക്കെ നേരത്തെ സംസാരിച്ച് കഴിഞ്ഞതാ, ഇനി എന്നെ കൊണ്ട് വേറെ ഒന്നും നീ പറയിപ്പിക്കരുതെന്ന് പറഞ്ഞ ആര്യൻ ചൂടാകുക മിത്രയോട്. ആ സമയത്ത് മിത്ര പുറത്തേക്ക് ഇറങ്ങിപ്പോയി. മിത്ര ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ആര്യൻ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുക, താൻ പറയുന്നതൊക്കെ ഇച്ചിരി കടന്ന കൈയാണോ, കൂടി പോയോ എന്നൊക്കെ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ആ സമയം ജീവിത അവസാനം വരെ ഇനി ഒരേ മുറിയിലാണല്ലോ ഞാനും അവളും, എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ ഇങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. ആര്യൻ്റെ ആലോചനയും കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഈ സമയത്ത് മീനു രാവിലെ എഴുന്നേറ്റ് പോയി കോലം വരയ്ക്കുന്നു. അപ്പം മിത്ര കുളിയൊക്കെ കഴിഞ്ഞ് മീനു കോലം വരയ്ക്കുന്നത് നോക്കി അങ്ങ് ഇറങ്ങി ചെന്നിട്ട് നേരെ തൻ്റെ വീട്ടിലേക്ക് നോക്കുക. അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ആരെങ്കിലും കാണുമോ എന്നൊക്കെയുള്ള ആ ഒരു പ്രതീക്ഷയാണ്. അങ്ങനെ നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. മൊത്തത്തിൽ ഇങ്ങനെ നോക്കി ഇങ്ങനെ അവിടെ നിൽക്കുക. അവർ ആഹാരമൊക്കെ വെച്ചിട്ടുണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ മിത്ര അങ്ങോട്ട് നോക്കി നിന്ന് ചിന്തിക്കുവാണേ. മീനു അന്നേരം ഒന്നും കാണില്ല. അവിടെ നിന്ന് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തിരിഞ്ഞു നോക്കിയപ്പോൾ മിത്രയെ കണ്ടു. പെട്ടെന്ന് മിത്രയെ അച്ഛനെയും അമ്മയെയും ഒക്കെ നോക്കുമായിരിക്കും അല്ലേ എന്ന് മീനു ചോദിച്ചു. വെറുതെ കാത്തിരിക്കണ്ട മിത്ര, വിഷമം കൂട്ടാന്നല്ലാതെ മറ്റു പ്രയോജനങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. അങ്ങനെ സങ്കടപ്പെടേണ്ട സമയമൊന്നും അല്ല ഇത്. നിന്റെ വിഷമം എത്രത്തോളമാണെന്ന് എനിക്കറിയാം. കൊച്ചു പ്രായത്തിൽ തന്നെ ഒരു കുടുംബിനി ആയിരിക്കാം, അതും ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു കല്യാണത്തിലൂടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മീനു ഇങ്ങനെ മിത്രയോട് പറഞ്ഞു. എനിക്ക് പഠിക്കണം ചേച്ചി, ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നും മിത്ര പറയുവാണ്. അതിലെന്തെങ്കിലുമൊക്കെ നടത്തിയെടുക്കാൻ പറ്റുമോ എന്ന് നോക്കണമെന്ന് പറഞ്ഞപ്പം സാധിക്കും മിത്ര, നിനക്ക് എല്ലാം സാധിക്കും കേട്ടോ, ഞാനാ പറയുന്നത്. നിനക്ക് ഏത് സഹായത്തിനും കൂടെ ഞാനുണ്ടാവും കേട്ടോ എന്നും പറഞ്ഞിങ്ങ് പറയുമ്പോൾ ചേച്ചിയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് വല്ലാത്തൊരു ആശ്വാസമാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മിത്ര ഇങ്ങനെ മീനുവിനോട് അന്നേരം പറയുക. സത്യം പറഞ്ഞാൽ ഈ വീട്ടിൽ ഞാൻ ആരാണെന്നോ എന്താണെന്നോ അറിയാത്തതുപോലെ ഇപ്പം നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ മീനു ഇങ്ങനെ മിത്രയെ ദയനീയമായിട്ട് നോക്കുന്നു. ചുറ്റും എന്തൊക്കെയോ നടക്കുന്നു, എന്തൊക്കെയോ സംഭവിക്കുന്നു. ഒരു കാഴ്ചക്കാരിയെ പോലെ ഞാനിതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ 2 ദിവസം കഴിയട്ടെ, കാഴ്ചക്കാരിയൊക്കെ മാറി വീട്ടുകാരി ആയിക്കോളും. അച്ഛൻ്റെ ഈ പരുക്കൻ സ്വഭാവത്തിനപ്പുറം അച്ഛനൊരു പാവമാണ് മിത്ര, പിന്നെ അതൊന്നോർത്ത് നീ വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. എന്തായാലും ചേച്ചി നാളെ മുതൽ എനിക്ക് കോളേജിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ കേൾക്കുമ്പോൾ നല്ല രസമുണ്ട്. ഭാര്യയും ഭർത്താവും ഒരേ കോളേജിൽ പഠിക്കാൻ പോകുന്നു. അപ്പോൾ രസമല്ല ചേച്ചി, അതൊരു ബാധ്യതയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മിത്ര പറയാം. ഭാര്യയും ഭർത്താവും ഒരേ കോളേജിൽ ശത്രുക്കളായിട്ട് കഴിയുക കൂട്ടുകാർക്ക് പറഞ്ഞു ചിരിക്കാൻ ഒരു കാര്യമായി എന്നൊക്കെ പറഞ്ഞപ്പം അങ്ങനെയൊന്നും നീ കരുതണ്ട, ഒക്കെ ശരിയായി വരും. ഞാനേ അടുക്കളയിലിട്ട് ചെല്ലട്ടെ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മീനും അങ്ങോട്ട് കയറിപ്പോയി. മിത്ര പിന്നാലെ പോകുന്ന മിത്ര പതുക്കെ ഇങ്ങനെ എന്തോ ശബ്ദം കേട്ട് നോക്കുമ്പോൾ രാജശ്രീ അവിടെ നിന്ന് ഇങ്ങനെ ചെടി നനയ്ക്കുന്നത് കണ്ടു. വേഗം മിത്ര ഇങ്ങനെ നോക്കുക കേട്ടോ. മിത്ര ഇങ്ങനെ നോക്കുന്നു, പക്ഷെ ചെറിയമ്മ നോക്കുന്നില്ല. ചെറിയമ്മയെന്നും പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും അതെല്ലാം കൂടെ വലിച്ചെറിഞ്ഞിട്ടിട്ട് ഒരു ഒറ്റ പോക്കായിരുന്നു ചെറിയമ്മ. ഈ സമയത്ത് നമ്മുടെ അനന്തൻ ആ ജനലിലൂടെ ഇങ്ങനെ നോക്കുക മിത്ര അവിടെ നിന്ന് ഇങ്ങനെ കരയുന്നത് കാണുന്നു. അപ്പോൾ അനന്തൻ്റെ ഉള്ളിലും മകളോടുള്ള ആ ഒരു സ്നേഹം, ആ ഒരു വിങ്ങൽ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അനന്തൻ ഇങ്ങനെ ജനലിലൂടെ മിത്രയെ നോക്കുന്നത് നമ്മുടെ നന്ദിത വന്ന് നിന്ന് കാണുവാണ്. നന്ദിതയ്ക്ക് അതൊക്കെ കണ്ടപ്പോൾ സങ്കടമായി. അപ്പോൾ മകളെ പിരിയാൻ അല്ലെങ്കിൽ മറക്കാൻ പറ്റില്ലല്ലേ എന്നുള്ള ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് നമ്മുടെ മിത്ര അവിടെ നിന്ന് ഇങ്ങനെ വീട്ടിലേക്ക് നോക്കുമ്പോഴത്തേക്കും അനന്തൻ പെട്ടെന്ന് കർട്ടൻ ഇങ്ങോട്ട് വലിച്ചു മാറ്റി, മകൾ കാണാതിരിക്കാൻ. കരഞ്ഞുകൊണ്ട് മിത്ര അകത്തേക്ക് കയറിപ്പോയി. അനന്തൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് നന്ദിതയെ. എന്നിട്ട് അവിടെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ചമ്മി ഇങ്ങനെ നിൽക്കും. അപ്പോൾ നന്ദിത അങ്ങോട്ടേക്ക് ചെന്നു. നന്ദിത ചെന്നപ്പോൾ അപ്പോൾ നന്ദിതയെ ആ കർട്ടനൊക്കെ അങ്ങ് പഴയതായി, ഞാൻ അത് നോക്കുമായിരുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ മോളെ നോക്കിയതാണെന്ന് എനിക്ക് അറിയാൻ എന്തേട്ടാ എന്ന് പറഞ്ഞപ്പം നന്ദിതേ, ഞാൻ നിന്നോട് പറഞ്ഞു നമുക്ക് മിത്ര എന്ന് പറയുന്ന ഒരു മോളില്ല എന്ന്. അത് കേട്ടപ്പോൾ അനന്തേട്ടന്
അനന്തേട്ടൻ്റെ മനസ്സിൽ തൊട്ട് പറയാൻ കഴിയോ മിത്ര ഇനി മുതൽ നമ്മുടെ മോളല്ല എന്ന്? അപ്പോഴത്തേക്ക് അച്യുതൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ്. അത് നമ്മുടെ മോളല്ല, അവള് നമ്മുടെ മോളല്ല എന്ന് പറഞ്ഞ് അച്യുതൻ കേൾക്കെ നമ്മുടെ അനന്തൻ ഇങ്ങനെ പറയുന്നു. അച്യുതൻ ഇത് കേട്ടപ്പോഴത്തേക്കും ഏട്ടാ എന്നും പറഞ്ഞ് വിളിച്ച് അടുത്തേക്ക് വരുക കേട്ടോ. അപ്പോൾ നന്ദിത് കേട്ട് വിഷമിച്ച് നിൽക്കല്ലേ. ഏട്ടാ, നമുക്ക് നമ്മുടെ വക്കീലിനോടൊന്ന് വരാൻ പറയണം. ഇവിടുന്ന് കൊണ്ടുപോയ സ്വർണം അത് തിരിച്ച് കിട്ടണമല്ലോ. ആരിനെതിരെ നമുക്ക് കേസ് കൊടുക്കണം. അവനങ്ങനെ ജയിക്കണ്ട ഏട്ടാ. ഇവിടുന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയ സ്വർണവും പണവും തിരിച്ചു വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, അതൊക്കെ എങ്ങനെയെങ്കിലും പോട്ടെ എന്ന് പറഞ്ഞു നന്ദിത. എന്തെന്ന് പോട്ടെ എന്ന് വെക്കാനോ എന്ന് ചോദിച്ചാൽ അലോഹ്. അപ്പോൾ ഇത് തിരിച്ചു കൊണ്ടുവന്നേ പറ്റുമെന്നുള്ളതിൽ വല്യമ്മേ, ആ സ്വർണ്ണം ഇനി എന്ത് ചെയ്താലും ശരി ഞാനത് ഇവിടെ കൊണ്ടുവന്നിരിക്കും എന്നും പറയുമ്പോൾ വരട്ടെ. അച്യുതൻ പറഞ്ഞതുപോലെ നമുക്ക് വക്കീലുമായിട്ട് ആലോചിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് അനന്തൻ അന്നേരം പറഞ്ഞു. വക്കീലുമായിട്ട് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല വല്ലിച്ച, ചെയ്യേണ്ടത് നമുക്ക് തന്നെ ചെയ്യാവുന്ന അലോഹ്. അപ്പോൾ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അനന്തൻ ഇങ്ങനെ പറയാം. അപ്പോഴത്തേക്ക് രാജശ്രീ എല്ലാവർക്കും ചായ ആയിട്ട് വന്നു. രാവിലെ ചെടികൾക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് നിന്നപ്പോഴേ അവള് വന്നേക്കുന്നു ചെറിയമ്മയെന്നും വിളിച്ചുകൊണ്ട്. ഞാനൊരു ആട്ടാട്ടി. ആട്ടുക മാത്രമല്ല ഒരടിയും കൂടെ കൊടുക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അലോഹ് രാജശ്രീയോട് പറയുന്നു. നന്ദിതയും അനന്തനും ഇതൊക്കെ കേട്ട് വിഷമിച്ചിങ്ങനെ നിൽക്കുക. അച്യുതനാണ് ഒരു കൂസലില്ലാണ്ട് വെള്ളം കുടിക്കട്ടോ. വല്യമ്മ പറയുമ്പോൾ വിഷമമൊന്നും തോന്നിയേക്കരുത്. എന്നോട് അവൾ സംസാരിക്കാൻ വന്ന അടിച്ചവളുടെ പല്ല് ഞാൻ താഴെ ഇടുമെന്ന് അലോഹ് നന്ദിതയോട് പറയാം. എല്ലാവരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയുകയാ, അവൾക്കിനി നമ്മളുമായി യാതൊരു ബന്ധവും ഉണ്ടാവില്ല. പറഞ്ഞത് മനസ്സിലായല്ലോ? ആരും അത് മറന്ന് പ്രവർത്തിക്കരുത്. അതുപോലെ എന്ത് തീരുമാനം എടുത്താലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അറിഞ്ഞുകൊണ്ട് മാത്രമായിരിക്കണമെന്നൊക്കെ അനന്തൻ ഇങ്ങനെ പറയണം. സ്വർണം മടക്കി വാങ്ങുമ്പോഴല്ല എന്നല്ല, അതിന് നമ്മൾ നിയമപരമായി തന്നെ നേരിടുകയും നീങ്ങുകയാണ് വേണ്ടത്. അതിനപ്പുറം വേറെ ഒന്നും ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനന്തൻ ഇങ്ങനെ തീരുമാനിച്ചുറപ്പിച്ചിട്ട് അവിടെ നിന്ന് പോയി. അത് കഴിഞ്ഞ് പിന്നെ മുറിയിൽ ചെന്ന് നമ്മുടെ മിത്ര ഭയങ്കര കരച്ചില. അപ്പം ആര്യൻ അങ്ങോട്ടേക്ക് ചെന്നു കേട്ടോ. ആര്യൻ അങ്ങോട്ട് ചെന്നപ്പോൾ മിത്ര ഭയങ്കര കരച്ചിലല്ലേ. എന്താന്ന് ചോദിച്ചു. എന്തിനാ ഇങ്ങനെ നിന്ന് കരയണേ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആര്യന് മനസ്സിലായി ചുമ്മാതെ പറഞ്ഞാന്ന്. ആരെങ്കിലും കണ്ടാ കരുതും ഞാൻ തല്ലിയതോ മറ്റതോ ആണെന്നൊക്കെ എന്ന് പറഞ്ഞപ്പം ആര്യൻ തല്ലാനോ മത്സരിക്കാനോ വഴക്കിടാനോ ഒന്നിനും ഞാനില്ല. എനിക്കതിനുള്ള അർഹതയും ഇല്ല. അതുകൊണ്ട് ഒരു ഔദാര്യം പോലെ കിട്ടിയ ഒരു ജീവിതമാണ് എൻ്റേത്. ഗുരുവായൂരിലെ കുളത്തിലാണ്, അവിടുത്തെ ഹോട്ടൽ മുറിയിലും അവസാനിക്കേണ്ടതായിരുന്നു എൻ്റെ ഈ ജീവിതം. പക്ഷേ ആഗ്രഹിച്ചത് നടന്നില്ല. ആരിൻ്റെ ഭാര്യയാകേണ്ടി വന്നു. അത് ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ഏതെങ്കിലും മൂലയിൽ ഒതുങ്ങിക്കോളാം. ഒന്നും ഞാനായിട്ടല്ല എന്നും ആര്യൻ അറിയാവല്ലോ എന്നൊക്കെ പറഞ്ഞപ്പം എനിക്കെല്ലാം അറിയാമെന്ന് ആര്യൻ മിത്രയോട് പറയാം. എല്ലാം എനിക്കറിയാം. അല്ല, ഇങ്ങനെയൊക്കെ അനുഭവിക്കാനാണ് നമ്മുടെ തലയിലെഴുത്ത്. അല്ല അതിപ്പോൾ ഇതിനെന്തു പറയാനാണെന്ന് ആര്യൻ ഇങ്ങനെ മിത്രയോട് ചോദിക്കുക കേട്ടോ. അതും പറഞ്ഞിട്ട് മിത്രയുടെ മുന്നിൽ നിന്ന് ആര്യൻ അങ്ങ് പോയപ്പോൾ മിത്ര ആര്യനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ സങ്കടപ്പെട്ട് നിൽക്കുന്നു. എന്തായാലും മിത്രയുടെ ജീവിതം ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ അവസാനം. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.